وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين. എല്ലാ ആളുകളും ഉസ്താദിന്റെ വാഹനം മുന്നോട്ട് പോകാൻ വേണ്ടി വഴി സൗകര്യം കൊടുക്കണം, ഇരുന്ന് എല്ലാവരും സഹകരിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും കൂപ്പണോട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സുന്നത്തി ജമാഅത്തിന്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ ഈ മഹത്തായ വേദിയിൽ ഒരുമിച്ച് കൂടിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സദസ്സ് പ്രൗഢ ഗംഭീരമാക്കി നമുക്ക് അനുഗ്രഹിച്ചു തന്ന മഹാനായ കേരള മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ നായകൻ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അധീയനായ സാരഥി മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സിറാത്തുൽ മുസ്തഖീം എന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ആ ശിലാകർമ്മം മഹാനവറുകളുടെ മഹനീയമായ കരങ്ങളെ കൊണ്ട് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഈ സ്ഥാപനത്തിന്റെ സാരഥികളിൽ ഒരാളായ സയ്യിദ് അലവി സഖാഫി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ പരിപാടിയിലേക്ക് വരണം. ഞാൻ ചോദിച്ചു എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ സിറാത്തുൽ മുസ്തഖീമിലേക്കാണെന്ന് പറഞ്ഞു. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ക്ഷണം കിട്ടിയാൽ പിന്നെ വരില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ നിർവാഹമില്ലല്ലോ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യപൂർത്തീകരണമാണ് ആ ഇസ്തിഖാമത്തിന്റെ റൂട്ട് എന്ന് നമുക്കറിയാം. ആ ഒരു മഹത്തായ നാമത്തിൽ അൽഹംദുലില്ലാഹ് ഒരു വലിയ മതവിദ്യാഭ്യാസ സ്ഥാപനം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ശാന്തിയും സമാധാനവും വൈജ്ഞാനികമായ പ്രൗഢിയും സമ്മാനിച്ചുകൊണ്ട് ഇവിടെ ഉയർന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാനുള്ള എല്ലാ തൗഫീഖും നൽകുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ അവരുടെ കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായി എവിടെയെല്ലാം ചെയ്യുന്നുണ്ടോ അവിടെ പ്രബോധനത്തിന്റെ ആസ്ഥാന കേന്ദ്രങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും നിർമ്മിച്ചുകൊണ്ട് ആ പരിസര പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വെളിച്ചം നൽകുക എന്നത് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്. അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ആ ഹിജ്റയുടെ ബഹുമാന ചരിത്രങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധമായ റബീഉൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധമായ മദീനയിലേക്ക് എത്തിച്ചേരുകയാണ്. റബീഉൽ അവ്വൽ 8-നാണ് മദീനയുടെ തെക്ക് ഭാഗത്തുള്ള ഖുബാ എന്ന് പറയുന്ന പ്രദേശത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേരുന്നത്. ആ ഖുബാ പ്രദേശത്ത് ഇറങ്ങിയ ഉടൻ അല്ലാഹുവിന്റെ റസൂൽ നിർമ്മിച്ച അവിടെ ഒരു ഇസ്ലാമിക കേന്ദ്രം, ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, കേന്ദ്രം, അതാണ് ഖുബാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടുന്ന് 4 ദിവസം കഴിഞ്ഞ് മദീനയുടെ ആ ഹൃദയത്തിലേക്ക്, ആ മദീനയുടെ പ്രൗഢമായ അതിന്റെ നഗര ഹൃദയത്തിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വരുന്നു. എല്ലാവരും അവിടെ ഇരിക്കുക. ഇങ്ങോട്ട് കുറച്ച് കടന്നിരുന്നു, അങ്ങോട്ട് കുറച്ച് മുന്നോട്ടിരിക്കുക. എല്ലാവരും ഇരിക്കുക. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇരിക്കുക. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർക്ക് ഇങ്ങോട്ട് വരണം. നമ്മുടെ പരിപാടി തുടരുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് നിർത്തുകയാണ്. മദീനയിൽ എത്തിച്ചേർന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ റബീഉൽ അവ്വൽ 12-നാണ് മദീനയിൽ എത്തിച്ചേർന്നതെന്ന് നമുക്കറിയാം. അവിടെ ആദ്യമായി നിർമ്മിക്കുന്നത് ഒരു മസ്ജിദാണ്. അതാണ് മസ്ജിദുൻ നബവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ സ്ഥിരാകേന്ദ്രമെന്ന് നമുക്കറിയാം.
ആ തങ്ങളുടെ മഹനീയ കരങ്ങൾ കൊണ്ട് ചിലവാക്കി. ആ ലോകത്തിലേക്ക് പ്രബോധനത്തിന്റെയും വെളിച്ചത്തിന്റെയും സമൂഹം മുടക്കിക്കൊണ്ടുള്ള അവസരത്തിന് കത്തയക്കുകയും ആളുകളിലേക്ക് ഹിദായത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് കേരളത്തിൽ നിന്നാണ് ലോകത്തിന് വെളിച്ചം നൽകുമെന്ന് നമുക്കറിയാം. അങ്ങനെ മഹാനായ പണ്ഡിതന്മാരും ദൈവപ്രബോധകന്മാരും ഏതൊരു സമൂഹത്തിലും ഏതൊരു നാട്ടിലും അതിന്റെ വൈജ്ഞാനികമായ വൈദ്യുതത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉയർത്തുകയും പണിയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയുമാണ് ഇസ്ലാമിക ചരിത്രത്തിന്റെ പാരമ്പര്യമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മഹാനായ ഉസ്താദ് വളരെ വ്യക്തമായതിലേക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങളാണ്, നമ്മുടെ ലക്ഷ്യമെന്താണ്, നമ്മുടെ മാർഗമെന്താണ്, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പാരമ്പര്യമെന്താണ്, ശൈലി എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യുന്ന പ്രസ്ഥാനമാകുമ്പോൾ, സമൂഹത്തോട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന പ്രസ്ഥാനമാകുമ്പോൾ അതിനെ എതിർക്കാനും അതിനെ തകർക്കാനും ആളുകളുണ്ടാകുന്നത് ലോകത്തിന്റെ ചരിത്രമാണ്. സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് മഹാനായ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വരെയുള്ള എല്ലാ പണ്ഡിതന്മാരും ഔലിയാക്കളും ആരിഫീങ്ങളും ഒക്കെ സഹനത്തിന്റെയും ക്ഷമയുടെയും ത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആദർശ പ്രചാരണ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ നിർവഹിക്കുകയാണ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ എതിർപ്പുകളെയും തട്ടിമാറ്റിക്കൊണ്ട് എതിർക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ പടുത്തുയർത്തുക. വിജ്ഞാനത്തിലൂടെ മാത്രമാണ് ഈ ലോകത്ത് വെളിച്ചമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അന്ധകാര നിബിഡമായ ഒരു സമൂഹത്തെയാണ് വാസ്തവത്തിൽ ഈ അക്രമവും അനീതിയും ഈ ചീത്ത പറയലും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നത്. അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗമാണ് ഹിദായത്തിന്റെ സ്ഥാപനങ്ങളായ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ എന്ന് നമുക്കറിയാം. അത്തരം സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്ത് അതിലൂടെ സമൂഹത്തിന്റെ നന്മ ചൊരിയാനുള്ള ഒരു സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം എന്ന ഈ മഹത്തായ സ്ഥാപനത്തിന് എല്ലാവിധ ആശീർവാദങ്ങളും എല്ലാവിധ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും നേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പങ്കെടുത്തവരും ഇതിനോട് സഹകരിച്ചവരും സഹായിച്ചവരുമായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.